പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഏവർക്കും സ്നേഹ നമസ്കാരം. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് അല്പം വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അതിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കിപ്പോൾ കീമിൻ്റെ ഇപ്പോൾ എൻട്രൻസിൻ്റെ ടൈമാണ്. ഇപ്പം നമ്മൾ നീറ്റ് കഴിഞ്ഞു, നമ്മുടെ പിന്നെ കുസാറ്റിൻ്റെ എൻട്രൻസ് കഴിഞ്ഞു, അതുപോലെ തന്നെ അമൃതയുടെ കഴിഞ്ഞു, ധാരാളം എൻട്രൻസിൻ്റെ ഇങ്ങനെ കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ കഴിഞ്ഞു, നന്നായിട്ട് എഴുതിയെന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി അടുത്ത കീം വരികയാണ്. കീമിൻ്റെ എക്സാമിന് വേണ്ടി ഇനി ഒരാഴ്ച കൂടി ബാക്കിയുള്ളൂ. നമുക്ക് എങ്ങനെയാണ്, ഏത് രീതിയിൽ നമുക്ക് ഉയർന്ന എൻട്രൻസിൽ നമുക്ക് ഉയർന്ന സ്കോർ മേടിക്കാനായിട്ട് സാധിക്കും? നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യം എന്താണ്? നന്നായി സ്കോർ ചെയ്യുക. നന്നായിട്ട് സ്കോർ ചെയ്തതിന് ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന സ്ട്രീമിൽ നമുക്ക് അഡ്മിഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം. അപ്പം അതിനായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വളരെ ശ്രദ്ധാപൂർവം നിങ്ങളത് കേൾക്കുക. ശ്രദ്ധാപൂർവം വീഡിയോ സ്കിപ്പാകാതെ മുഴുവനായിട്ട് കേൾക്കുക, മുഴുവനായിട്ട് കേട്ട് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് തുടർന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയൊരു ടോപ്പിക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. നമുക്ക് അവനെ XY Z നമുക്ക് അവനെ തൽക്കാലം പ്രമോദ് എന്ന് വിളിക്കാം. പ്രമോദ് എന്ന് പറഞ്ഞ കുട്ടി വളരെ മിടുക്കനായ കുട്ടിയാണ്. നന്നായി പഠിക്കും. നല്ല കാലിബറുള്ള പയ്യനാണ്. എല്ലാത്തിലും അവന് നല്ല ഉയർന്ന മാർക്കുണ്ട്. നന്നായിട്ട് പഠിക്കുന്നുണ്ട്. +2 അവൻ സയൻസ് ഗ്രൂപ്പാണ് എടുത്തിരുന്നത്. അവൻ്റെ അച്ഛൻ വളരെ പ്രഗത്ഭനായിട്ടുള്ള, കേരളത്തിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഓർത്തോയുടെ സർജനാണ്. വളരെ പ്രഗത്ഭമതിയാണ്. അവൻ്റെ അമ്മ എന്ന് പറഞ്ഞതിൽ കേരളത്തിലെ പ്രഗത്ഭയായിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റാണ്. പാരൻസ് രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഓബിയസ്ലി രണ്ടുപേരും ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അവരുടെ എയിം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ പാരൻസിൻ്റെയും ഉദ്ദേശം അവർക്കൊക്കെ മക്കളെക്കുറിച്ച് ചില പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും. അവർ ഉദ്ദേശിച്ചിരുന്നത് അവരുടെ മകനെയും ഒരു ഡോക്ടറാക്കുക എന്നുള്ളതായിരുന്നു. അച്ഛനും അമ്മയും ഉയർന്ന രീതിയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന, നല്ല ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. അപ്പോൾ അവർ മകനെ അതിനു വേണ്ടിയിട്ട് തന്നെ ചെറുപ്രായത്തിൽ തന്നെ അതിനുവേണ്ടി തന്നെ അവനെ ഡൈവേർട്ട് ചെയ്തു. അങ്ങനെ അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ആയപ്പോഴേക്കും അവൻ സയൻസ് ഗ്രൂപ്പ് എടുത്തു. അവൻ നന്നായിട്ട് സ്കോർ ചെയ്യുകയും എല്ലാ വിഷയത്തിനും 99 അവൻ സ്കോർ ചെയ്യുകയും +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. വളരെ നല്ല മാർക്കായിരുന്നു അവൻ അച്ചീവ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന് എൻട്രൻസ് എഴുതിയിട്ട് എൻട്രൻസിൽ അവൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്ന റാങ്ക് ലിസ്റ്റിൽ അവന് 39 റാങ്ക് കിട്ടിയ, ഓർക്കണം 39th റാങ്ക് കിട്ടിയ ഒരു കുട്ടിയാണ് അവൻ. അപ്പോൾ ഒരു വിഷമവുമില്ല അവന് എൻട്രൻസ് കിട്ടാനായിട്ട്, ഒരു വിഷമവുമില്ല അവന് അഡ്മിഷൻ കിട്ടാനായിട്ട്. അവന് ഇഷ്ടമുള്ളിടത്ത് ആ രീതിയിൽ ആ ലെവലിലുള്ള കുട്ടിയായിരുന്നു. ആ ലെവലിൽ കാലിബറുള്ള കുട്ടിയായിരുന്നു അവന്. പക്ഷേ എന്താണ്, അവന് ഡോക്ടർ എന്ന് പറഞ്ഞ പ്രൊഫഷനോട് അവന് അല്പം പോലും താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ്റെ ചോയ്സ് അതായിരുന്നില്ല. അവന് ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷനായിരുന്നു ഡോക്ടർ ആകുക എന്നുള്ളത്. അവൻ്റെ സ്വപ്നത്തിൽ ഒരിക്കൽ പോലും അവൻ ധാരാളം ശ്രമിച്ചു നോക്കി. അച്ഛൻ്റെ അമ്മയുടെയും ഡ്രീമാണ്, അവരുടെ ആഗ്രഹമാണ് തന്നെ ഒരു ഡോക്ടർ ആക്കുക എന്നുള്ളത്. അവൻ മാക്സിമം അവനെ ഒരു ഡോക്ടറായി അവൻ സങ്കല്പിച്ച് നോക്കി. അവൻ അതിനു വേണ്ടിയിട്ട് അവൻ ധാരാളം ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അവന് സാധിക്കുന്നില്ല. കാരണം അവൻ്റെ പാഷൻ അല്ലെങ്കിൽ അവൻ്റെ ഡ്രീം മറ്റൊന്നായിരുന്നു. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഒരു ഡോക്ടറായി തീരുക എന്നുള്ളത് ഒരിക്കലും അവനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായിരുന്നില്ല. കാരണം അവനെ മേ ബി ഈ ചെറിയ ടെൻഡർ ഏജിൽ ചിലപ്പോൾ അവനത് സക്സസ്ഫുൾ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുമായിരിക്കും. പക്ഷേ അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു പ്രൊഫഷനിലായിരുന്നില്ല. അവനത് ലെവലേഷൻ താല്പര്യമായിരുന്നില്ല. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഡോക്ടർ ആകണ്ട, എനിക്ക് MBBSൻ്റെ അഡ്മിഷൻ വേണ്ട, എനിക്ക് MBBSൻ്റെ കോളേജിൽ എനിക്ക് മെഡിക്കൽ കോളേജിൽ ചേരണ്ട അച്ഛൻ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, പാടില്ല, നീ ഡോക്ടറായേ പറ്റത്തുള്ളൂ, നീ ഞങ്ങൾ പറഞ്ഞത് കേട്ടാൽ മതി. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ പ്ലീസ് അമ്മേ, എനിക്ക് വേണ്ട, എനിക്ക് ഡോക്ടർ ആകണ്ട, എനിക്ക് MBBS എടുക്കേണ്ട അമ്മ, എനിക്ക് വേറെ, എൻ്റെ ചോയ്സ് വേറെയാണ് അമ്മ, പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കും. അമ്മ പറഞ്ഞു, നോ 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 നെവർ, യു ഹാവ് എ സ്റ്റാറ്റസ്, ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്, യു വിൽ ബി എ റെപ്യൂട്ടഡ് ഡോക്ടർ ഇൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് അമ്മയും അവൻ്റെ വാക്ക് കേൾക്കാനായിട്ട് അവൻ്റെ കുടുംബത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, എടാ ഇന്ന പോലെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, എടാ നിനക്ക് ഇത്രയും നല്ല വലിയ റാങ്കിൽ നന്നായിട്ട് നിനക്ക് അഡ്മിഷൻ കിട്ടുമല്ലോ, ഈസി ആയിട്ട് കിട്ടുമല്ലോ, നീ ഒരു കാര്യം ചെയ്യും, സാരമില്ല, നിന്റെ അംബീഷൻസ് അങ്ങ് നീ അങ്ങ് ഡ്രോപ്പ് ചെയ്തില്ല, നീ ഡോക്ടർ അങ്ങനെ നീ പഠിച്ചു, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. അവൻ്റെ ഫ്രണ്ട്സ്, അവൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ സൊസൈറ്റി എല്ലാവരും അവനോട് പറഞ്ഞു, നീ പോയി ഡോക്ടർ ആവുക എന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ മനസ്സിൽ അതായിരുന്നില്ല. അവന് ചെറുപ്പകാലം മുതൽ അവന് കുക്കിംഗ് ആയിരുന്നു അവൻ്റെ പാഷൻ. അവനൊരു നല്ല നന്നായി കുക്ക് ചെയ്യണം, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം, നന്നായിട്ട് സെർവ് ചെയ്യണം, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം, കുക്കിങ്ങിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തണം. അതൊക്കെയായിരുന്നു അവൻ്റെ പാഷൻ. പക്ഷേ അവൻ്റെ ആ പാഷനെ എല്ലാവരും നിരാകരിച്ചു. അവർ പറഞ്ഞ്, കുക്കിങ്ങോ, നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? കുക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. അത് വീട്ടിൽ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്, നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. നീ കുക്കിംഗ് അത് ഒരിക്കലും ചിന്തിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അവൻ്റെ പാഷൻ അതായിരുന്നു.
ലോകോത്തരമായിട്ടുള്ള ഒരു കുക്കാകുക, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുക, ആൾക്കാരെ സന്തോഷിപ്പിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷനിൽ ആ ഒരു ആത്മനിർവൃതിയിൽ സംതൃപ്തനാകുക എന്നുള്ളതൊക്കെയായിരുന്നു അവൻ്റെ പാഷൻ. പക്ഷേ ആരും മനസ്സിലാക്കിയില്ല. കോളേജിൽ ചേരാനായിട്ട് 2-3 ദിവസം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അവനൊരു ദിവസം രാത്രിയിൽ അവന് ഉറക്കമില്ല, ഭയങ്കര മാനസിക സമ്മർദ്ദം, എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോട് പറയണമെന്നറിയില്ല. പക്ഷേ അവൻ ഒരു എഴുത്തെഴുതി. അവൻ പറഞ്ഞു, അച്ഛാ അമ്മേ, എൻ്റെ പാഷൻ ഇതല്ല, ഞാൻ പോകുകയാണ്. എനിക്ക് നിങ്ങൾ പറയുന്ന പോലെ ഒരു ഡോക്ടറാകാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ഞാനൊരു കുക്കാണ്, എനിക്കൊരു കുക്കാകാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ വഴി ഞാൻ സ്വയം തിരഞ്ഞെടുത്ത് പോവുകയാണ്. നിങ്ങൾ എന്നെ അന്വേഷിക്കരുത്. നിങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് വളരെ സമ്പന്നനായിട്ടുള്ള, വളരെ എല്ലാ സംവിധാനങ്ങളും എല്ലാ ജീവിത സാഹചര്യങ്ങളുമുള്ള ആ പയ്യൻ ആ ഒരിടത്തെഴുത്തി വെച്ചിട്ട് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. എവിടേക്കാണ് അവൻ ഓടിയത്? അവൻ മുംബൈയിലേക്ക് ഓടി. വീട്ടിൽ ധാരാളം കൊള്ളിളക്കൾ നടന്നു. അവര് പരസ്യം കൊടുത്തു, പത്രത്തിൽ കൊടുത്തു, ടി വിയിൽ കൊടുത്തു, എല്ലായിടത്തും കൊടുത്തു. മകനെ മടങ്ങി വരുമോ എന്ന് പറഞ്ഞ് അവർ പോലീസിലൊക്കെ പരാതി എല്ലാം കൊടുത്തു. പക്ഷേ ഇവൻ വളരെയേറെ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മാറി. എവിടെ പോയി? മുംബൈയിൽ ചെന്നിട്ട് ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, യാതൊന്നും അറിയില്ല. അത്യാവശ്യം ഭാഷ കൈകാര്യം ചെയ്യുമായിരുന്നു. അവനൊരു ചെറിയൊരു കടയിൽ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടുത്തെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു, എനിക്ക് ആഹാരം പാചകം ചെയ്യാനൊക്കെ പഠിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവന് അവിടെ ആ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് കയറി. അവിടെ കയറി അവന് അവിടുത്തെ ആദ്യത്തെ ഡിഷ് വാഷാണ് അവന് കിട്ടിയത്. പാത്രങ്ങൾ കഴുകണം, മേശ തുടയ്ക്കണം, അങ്ങനെ ധാരാളം പണി കിട്ടും. ചെറിയൊരു റെമ്യൂണറേഷൻ കൊടുക്കും. അവന് അത് വെച്ചിട്ട് ആ ലെവലിൽ നിന്ന് അവൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അവൻ അവിടെ ഇതുമായി ബന്ധപ്പെട്ട കോളേജിൽ ചേർന്നു. പിന്നീട് ഉപരിപഠനം നടത്തി, ഡിഗ്രി എടുത്തു, വീണ്ടും പഠനം നടത്തി. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവൻ ലോകം അറിയപ്പെടുന്ന ഒരു ഷെഫാണ്. അവൻ യുഎസിലുള്ള മാരിയറ്റ് ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. അവന് ഒരു മാസം 5 ലക്ഷത്തിൽ കൂടുതലാണ് അവൻ്റെ ശമ്പളം. അവന് എപ്പോൾ അവന് ആഗ്രഹമുണ്ടെന്നില്ല, അവന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ലോകത്ത് എവിടെയും അവൻ ഈസിയായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അവൻ വളരെ ഹാപ്പിയാണ്. അവൻ്റെ ലൈഫ് അവൻ എൻജോയ് ചെയ്യുകയാണ്. അവൻ ആ ലെവലിലേക്ക് അവൻ്റെ ഈ ആഗ്രഹത്തെ പൂർത്തീകരിച്ചുകൊണ്ട് അവൻ ആ ലെവലിലേക്ക് അവൻ എത്തിച്ചേരാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് അവൻ ആ ലെവലിലേക്ക് എത്തിച്ചേരുന്നത്? അവനൊരു പക്ഷേ നന്നായിട്ട് പഠിച്ച് ഡോക്ടർ ആകുമായിരുന്നെങ്കിൽ അവൻ ഈ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഈ സന്തോഷം അല്ലെങ്കിൽ ഈ ആത്മനിർവൃത്തി ഈ ഒരു മെന്റാലിറ്റിയിലേക്ക് അവൻ ഒരിക്കലും എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നില്ല. അവൻ്റെ മാതാപിതാക്കളും മറ്റുള്ളവരുടെ നിർബന്ധത്തിലും ചെന്നിട്ട് അവൻ പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ ഡോക്ടറായി തീർന്നേനെ. ചിലപ്പോൾ അവൻ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് മറ്റു സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കുട്ടികൾ പലരും കാണിക്കുന്ന പോലെ അവൻ ആത്മഹത്യ തിരഞ്ഞെടുത്തതിന് അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ടായിരുന്നു. പക്ഷേ അവന് ഉറച്ചു നിന്നു. അവന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അവന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അവൻ അചഞ്ചലമായ തീരുമാനത്തിനും ഉടമയായിരുന്നു. എനിക്കൊരു കുക്കായി തീരണം, ലോകത്തിലെ ഏറ്റവും മികച്ച കുക്കായി തീരണം, അതാണ് എൻ്റെ സ്വപ്നം, അതിനുവേണ്ടി എനിക്ക് പ്രയത്നിക്കണമെന്ന് പറഞ്ഞു. അത് ലഭിക്കാനായിട്ട് എല്ലാവരും അവന് തടസ്സം നിന്നിട്ട് അവൻ എന്ത് പറ്റി? അവൻ പോയി, അവൻ ചെറിയ ജോലി ചെയ്തു, വളരെയേറെ സഫർ ചെയ്തു, വളരെയേറെ സാക്രിഫൈസ് ചെയ്തു. മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ധാരാളം സഹിക്കേണ്ടി വരും. അങ്ങനെ ധാരാളം അവൻ സാക്രിഫൈസ് ചെയ്തു, സഹിച്ചു. പക്ഷേ അവൻ്റെ മുൻപിലൊരു എയിം ഉണ്ടായിരുന്നു. അവൻ്റെ മുൻപിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ലോകത്തിലെ ഏറ്റവും നല്ല കുക്കായി മാറുക. എൻ്റെ അംബീഷൻ അതാണ്, അതെന്നെക്കൊണ്ട് സാധിക്കും, എനിക്കത് നേടിയെടുത്തേ പറ്റൂ എന്നുള്ള ആ ഒരു ഉള്ളതുകൊണ്ട് ആ 16-കാരന് അവിടെ നിന്ന് മാറി ഇന്ന് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ഷെഫായി മാറാനായിട്ട് സാധിച്ചു. രാജാക്കന്മാർക്കും വലിയ വലിയ മന്ത്രിമാർക്കും അല്ല, ഞാൻ മന്ത്രിമാർക്കെന്നുള്ള ഒരു ഇതായിട്ട് പറഞ്ഞതല്ല. കാരണം ലോകത്തിൽ അവന് എല്ലാ ഭരണാധികാരികളെയും അവന് മീറ്റ് ചെയ്യാൻ സാധിച്ചു. എല്ലാവരുടെയും അപ്രിസിയേഷൻ അവൻ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതാണ്, നിങ്ങൾ കീമിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, ഉറച്ച ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഞാനൊരു എഞ്ചിനീയറാണ്, എനിക്കൊരു എഞ്ചിനീയർ ആകണം, ഞാനൊരു എഞ്ചിനീയർ ആകാനുള്ള ആളാണ്. ആ സ്പാർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കീം എക്സാം സക്സസ്ഫുൾ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അത് മുന്നോട്ട് ധൈര്യപൂർവ്വം എഴുതി ജയിക്കാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് വേണ്ടത് അതാണ്. നമ്മളെ കൊണ്ടത് സാധിക്കും, നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഉണ്ടെങ്കിൽ എത്ര പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് ആ ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് എന്താണ്? ആത്മവിശ്വാസം വേണം. വെറും ആത്മവിശ്വാസം പോരാ, ഉറച്ച ആത്മവിശ്വാസം വേണം. അതുണ്ടെങ്കിൽ നമുക്ക് എത്ര കഠിനമായ ടോപ്പിക്കും നമുക്ക് പഠിച്ചെഴുതാനായിട്ട് സാധിക്കും, മനസ്സിലാക്കി എഴുതാനായിട്ട് സാധിക്കും. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് നമ്മൾ അപ്പം എഴുതാനായിട്ട് ആദ്യം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. പരീക്ഷയുടെ തലേദിവസം നമുക്ക് വളരെയേറെ സ്ട്രെസ് എടുക്കാതെ നന്നായിട്ട് ഉറങ്ങുക, റിലാക്സ് ചെയ്തിരിക്കുക. നന്നായിട്ട് പരീക്ഷ തലേന്ന് അയ്യോ ഇപ്പോഴാണ് നമുക്ക് ഇന്ന് ഞാൻ എല്ലാം ഓടിച്ച് നോക്കിയൊക്കെ ഇന്ന് രാത്രി മുഴുവൻ ഇന്ന് പഠിച്ചേക്കാം എന്നൊന്നും അങ്ങനെ അബദ്ധമൊന്നും കാണിക്കാണ്ട് നന്നായിട്ട് ഉറങ്ങുക, നന്നായി റിലാക്സ് ചെയ്തിട്ട് ഉറങ്ങുക. അത്യാവശ്യം ഒരു റിവിഷനൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമുക്ക് വരാനുള്ള നമുക്ക് ആ സംഗതികളൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക. റിലാക്സ് ചെയ്തിരിക്കുക.
നമ്മുടെ മനസ്സ് നമുക്ക് ശുദ്ധമാക്കി വെക്കുക, ഫ്രീ ആയിട്ട് വെക്കുക. ആ രീതിയിലേക്കായിരിക്കണം നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ടത്. പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം നന്നായിട്ട് റിലാക്സ്ഡായി ഫ്രഷ് ആയിട്ടിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ എത്രമാത്രം പഠിച്ചാലും എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് വേണ്ട ഒരു ഘടകമാണ് എന്താണ് ദൈവാധീനം എന്ന് പറയുന്നത്. ഒരു വലിയ സംഗതിയാണ്, അത് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ആ ദൈവാധീനം വേണമായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നമുക്ക് ഏകാഗ്രത മനസ്സിലേക്ക് കൊണ്ടുവരിക. യോഗ അറിയാവുന്നവരാണെങ്കിൽ യോഗയൊക്കെ ചെയ്യുക. അങ്ങനെ തെളിഞ്ഞ മനസ്സോടെ, ഉറച്ച മനസ്സോടെ, ഉറച്ച ആത്മവിശ്വാസത്തോട് കൂടി വേണം നമ്മളെ കീം എന്ന് പറഞ്ഞ എക്സാം എഴുതുവാനായിട്ട്. കീം എന്ന് പറഞ്ഞ എൻട്രൻസ് എക്സാം അല്ല, ഏത് പരീക്ഷയാണെങ്കിലും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരിക്കണം. നമുക്കിത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് എൻ്റെ പരീക്ഷയാണ്, എൻ്റെ ജീവിതമാണ്. അതിലുപരിയായിട്ട് നമുക്കതിനോടൊരു അടുപ്പമുണ്ടാകണം. അടുപ്പമുണ്ടായാൽ മാത്രമേ എന്തിനേയും നമുക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ മകനെ വളരെ ഒരു സംഗീതജ്ഞൻ, എനിക്ക് പാട്ടും ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വളരെ ഇഷ്ടമാണ്. എൻ്റെ മകനെ ഒരു സംഗീതത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവനെ ഒരു മ്യൂസിഷ്യൻ ആക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് അവനെ കൊണ്ട് പഠിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞിൽ നാളിൽ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് എനിക്കത് സാധിച്ചില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ചെറുപ്പത്തിൽ അവൻ 5ാം ക്ലാസ് എത്തി പറഞ്ഞു, ഓക്കെ നിനക്ക് ഇനി പഠിക്കേണ്ടത്, നിനക്ക് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഞാൻ തരികയാണ്. എനിക്ക് വയലിൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് വീണ ഭയങ്കര ഇഷ്ടമാണ്, തബല ഭയങ്കര ഇഷ്ടമാണ്, മൃദംഗം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ എൻ്റെ ആഗ്രഹം എനിക്ക് നിന്നിൽ കൂടി വേണം, എനിക്ക് ഫുൾഫിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ നിന്നെ വയലിൻ പഠിക്കാൻ അയക്കുകയാണെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ലേൺ വയലിൻ എന്നൊക്കെ അവൻ പറയുമ്പോൾ പാടില്ല, നിനക്ക് ഞാൻ അതിനുള്ള ഇൻസ്പിറേഷനൊക്കെ തരാം, പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് വയലിൻ വായിക്കാനായിട്ട് ഒരു വയലിൻ വാങ്ങിച്ചു കൊടുത്ത് അവനെ ടീച്ചറെ എടുത്തുകൊണ്ട് ഞാൻ കൊണ്ടാക്കി. അവൻ ഒരു ദിവസം പോയി, 2 ദിവസം പോയി, 3 ദിവസം പോയി, 1 മാസം പോയി, 2 മാസം പോയി. അവന് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. 3 മാസം കഴിഞ്ഞപ്പോൾ അവൻ വയലിനുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, എനിക്ക് വയലിൻ പഠിക്കണ്ട, എനിക്ക് വയലിൻ ഇഷ്ടമില്ല, എനിക്ക് വയലിൻ പഠിക്കണ്ട എന്ന് പറഞ്ഞ് ആ വയലിൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അപ്പോൾ ആ വയലിൻ ഞാൻ 4000 രൂപ കൊടുത്ത് വാങ്ങിച്ച വയലിനാണ്. വയലിൻ എൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്ത് എന്ത് ചെയ്യും ഞാൻ ഈ വയലിൻ? അവനെ ഞാൻ നിർബന്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവൻ താല്പര്യമില്ല, അവൻ പഠിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വന്നു. ഇനി ഞാൻ അവനെ കമ്പൽ ചെയ്യില്ല. ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ ആ വയലിനുമായിട്ട് ഒരു വിഷ്ണു നമ്പൂതിരി എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്ക് അങ്ങയുടെ അടുത്തുനിന്ന് വയലിൻ പഠിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, സാർ താങ്കൾക്ക് ഇപ്പോഴാണ് ഈ വയസ്സിൽ 40 വയസ്സായപ്പോൾ വയലിൻ പഠിക്കാനുള്ള ആഗ്രഹമായിട്ട് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് പഠിക്കണം. ഞാൻ മകന് വേണ്ടി മേടിച്ച വയലിനാണ്, അവന് പഠിക്കാൻ ആഗ്രഹമില്ല. അവൻ പറയുന്നത് വയലിൻ പഠിക്കാൻ ഭയങ്കര പാടാണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം, എനിക്ക് എന്നുള്ള ആഗ്രഹമുണ്ട്, ഞാൻ സമയം കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നിട്ട് ഞാൻ വയലിൻ വായിക്കാൻ വേണ്ടി പഠിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകനെ മുന്നിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു, വരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ വയലിൻ പ്ലേ ചെയ്ത് കാണിച്ചു. ഞാൻ വയലിൻ വായിക്കാൻ പഠിച്ചു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 40ാമത്തെ വയസ്സിൽ എൻ്റെ 10 വയസ്സുള്ള മകന് അതിനുള്ള പാഷൻ ഉണ്ടായിരുന്നില്ല, അവനതിനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. 40 വയസ്സുള്ള എനിക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നു, എനിക്കൊരു പാഷനായിരുന്നു. ആ സമയത്ത് ഞാൻ സമയം കണ്ടെത്തി വയലിൻ വായിക്കാൻ വേണ്ടി പഠിക്കാൻ ഞാൻ മനസ്സ് കണ്ടെത്തിക്കൊണ്ട് എനിക്ക് വയലിൻ വായിക്കാണ്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ പഠിച്ചു. അതുകൊണ്ട് നമുക്ക് ഒന്നും അപ്രാപ്യമല്ല. ഞാൻ വയലിൻ പഠിച്ച കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഒന്നും അപ്രാപ്യമല്ല, നമുക്കെല്ലാം സാധ്യമാണ്. എന്താണ് നമുക്ക് വേണ്ടത്? ഉറച്ച മനസ്സുണ്ടായാൽ, ഉറച്ച കോൺഫിഡൻസ് ഉണ്ടായാൽ, ഉറച്ച ശുഭാപ്തി വിശ്വാസം ഉണ്ടായാൽ എങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ, നിങ്ങൾ കീമിൻ്റെ എക്സാം എഴുതാൻ പോവുകയാണ്, നിങ്ങൾക്ക് എഞ്ചിനീയർ ആകാൻ തീരെ താല്പര്യമുണ്ടെങ്കിൽ ഡസൻ മൈൻഡ്, നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ പോകേണ്ട, മാതാപിതാക്കളെ നിങ്ങൾക്ക് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാനാണെങ്കിൽ പോവുക, പരീക്ഷയിൽ അറ്റൻഡ് ചെയ്തിട്ട് വന്നിരിക്കും, ബസ് അത് മതി. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം, നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങളുടെ മനസ്സ് ഏതാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തിലാണോ നിങ്ങൾക്ക് ശോഭിക്കാൻ സാധിക്കുന്നത്, അതിൽ നിങ്ങൾ പോയി പഠിക്കുക, അത് സ്വായത്തമാക്കുക. മാതാപിതാക്കളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. പപ്പ അല്ലെ മമ്മി, എനിക്ക് എഞ്ചിനീയർ ആകണ്ട, എനിക്കാകേണ്ടത് എനിക്ക് ഇന്ന പ്രൊഫഷനാണ് എനിക്ക് വേണ്ടത്. അതല്ല നിങ്ങൾക്ക് എഞ്ചിനീയർ ആകണം, നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല, നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതുപോലെയുള്ള നമുക്ക് ആ ഒരു ആസ്പിരേഷൻ, ആ ഒരു ഇൻസ്പിരേഷൻ, ആ ഒരു ശുഭാപ്തി വിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് ലെവൽ മാത്രം ഉള്ളിലേക്ക് കൊണ്ടൊരു നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കീമെന്നല്ല, ലോകത്തുള്ള ഏത് എക്സാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നേറി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നിങ്ങളായിരിക്കും ഒന്നാമൻ, നിങ്ങൾ തന്നെയാണ് ഒന്നാമൻ. അതാദ്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട പേരൻസെ. അപ്പോൾ എല്ലാവർക്കും വളരെ നന്നായിട്ട് ഞാനൊരു ആത്മവിശ്വാസം നേരുകയാണ്. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക, ഉറച്ച മനസ്സോടെ, ഉറച്ച കോൺഫിഡൻസോടെ കൂടി പരീക്ഷ എഴുതുക. മാതാപിതാക്കളോട് പ്രത്യേകം പറയുകയാണ്, കുഞ്ഞുങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ട്രീം ഏതാണ് അതിൽ പോകാനായിട്ട് അവർ
നിർബന്ധിക്കുക. അല്ലാതെ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ നിങ്ങളുടെ നിർബന്ധത്തിന് മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതികളല്ല നമ്മളുടെ കുഞ്ഞുങ്ങൾ. അവർക്ക് ഏതാണോ ആഗ്രഹം, എത്ര ചെറിയതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ, അവർക്ക് ഫാഷൻ ഡിസൈനിങ് ആണോ, കുക്കിംഗ് ആണോ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മേഖലയാണോ, അതിലേക്ക് അവരെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ എൻ്റെ കുഞ്ഞിനെ വയലിൻ പഠിപ്പിക്കാൻ വിട്ടതുപോലെ അങ്ങനെ ഒരിക്കലും ആകരുത്. അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട്, അവരുടെ ആത്മവിശ്വാസത്തിനനുസരിച്ചിട്ട്, അവരുടെ കാലിബറിനനുസരിച്ചിട്ട് അവരെ നമ്മൾ അവരുടെ കോഴ്സിലേക്ക് നമ്മൾ പറഞ്ഞു വിടുക. പിന്നെ അവർക്ക് അതിനുള്ള ചില കുട്ടികൾക്കുള്ളതെന്ന് വെച്ചാൽ അവർക്ക് അത് എത്തിച്ചേരണം എന്നുള്ള സംഗതിയുണ്ട്. പക്ഷേ അതിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള മാർഗം അവർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വളർത്തിയെടുത്തിട്ട് അവരോട് പറയുക, നിങ്ങൾ ഒരു ഡോക്ടറാണ്, നിങ്ങളാണൊരു ഡോക്ടർ, നിങ്ങൾക്ക് ഡോക്ടറാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം മാത്രം നൽകുക. ബാക്കി അവർക്ക് അതിനുള്ള സറൗണ്ടിങ്സും സക്സസ്ഫുൾ ആയിട്ടുള്ള ബാക്കി എല്ലാ സംഗതികളും ഓട്ടോമാറ്റിക്കലി അവരിലേക്ക് വന്നു ചേരും. എല്ലാ കുഞ്ഞുങ്ങൾക്കും കീമിൻ്റെ എക്സാം നന്നായിട്ട് വളരെ സക്സസ്ഫോടു കൂടി എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റധ്യായവുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എഡ്യൂക്കേഷൻ മാറ്ററുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം. താങ്ക് യു.